ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറാനിലെ ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൻ്റെ പ്രകമ്പനം നമ്മുടെ അടുക്കളയിലെ താളം തെറ്റിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം പ്രതിസന്ധിയിലായി. ഹോട്ടലുകളെ മാത്രമല്ല, വീട്ടിലെ അടുക്കളയിലും പാചകം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ ബുക്കിംഗ് പരിമിതപ്പെടുത്തിയതോടുകൂടി വീട്ടമ്മമാരൊക്കെ ആശങ്കയിലാണ്. ഈ പ്രശ്നം കാരണം ഗ്യാസ് എങ്ങനെ കരുതലോടെ ഉപയോഗിക്കാമെന്ന് അന്വേഷിക്കുകയാണ് ആളുകൾ. ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാനുള്ള ലളിതമായ കുറച്ച് പൊടിക്കൈകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി ചെയ്യേണ്ടത് ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണർ വൃത്തിയാക്കുകയാണ്. സ്റ്റൗവിൽ നിന്ന് ഉയരുന്ന തീ നീല നിറത്തിലാണെന്ന് ഉറപ്പാക്കണം. ചുവപ്പ്, ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ നിറങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ബർണർ വൃത്തിയാക്കേണ്ടതുണ്ടെന്നാണ് സൂചന. അത് ഗ്യാസിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ സ്റ്റൗ സർവീസ് ചെയ്യണം. ഗ്യാസ് സ്റ്റൗവിലെ ചെറിയ ബർണർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വലിയ ബർണർ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഗ്യാസ് ആവശ്യമാണ്. ഇത് ഗ്യാസ് വേഗം തീർന്നു പോകാൻ ഇടയാക്കും. കൂടാതെ വലിയ ബർണറിൽ വെക്കുന്ന കറികളാണെങ്കിലും തിളച്ചു കഴിഞ്ഞാൽ ചെറിയ ബർണറിലേക്ക് മാറ്റുന്നത് ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കും. അടുത്തതായി പാത്രങ്ങളിലെ ഈർപ്പം ഒഴിവാക്കുക. സ്റ്റൗവിൽ വെക്കുന്ന പാത്രത്തിൽ ജലാംശമില്ലെന്ന് ഉറപ്പാക്കുക. പാത്രങ്ങൾ കഴുകി തുടച്ച് ഉണങ്ങിയ ശേഷം സ്റ്റൗവിൽ വെക്കുക. ഇത് പാത്രം വേഗം ചൂടാകാൻ സഹായിക്കും. അങ്ങനെ ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാം. മാത്രമല്ല, പാത്രങ്ങൾ കടിവശം ഉരച്ച് കഴുകി ക്ലാവ് കളയുക. കരിയും ക്ലാവും പാത്രം പെട്ടെന്ന് ചൂടാവുന്നതിന് തടസ്സമാകും. അടുത്തതായി ചോറ് വേവിക്കാൻ റൈസ് കുക്കർ ഉപയോഗിക്കുക. ചോറ് വേവിക്കാൻ അരി സ്റ്റൗവിൽ മാത്രം വേവിക്കുന്നതിന് പകരം റൈസ് കുക്കർ ഉപയോഗിക്കുക. അരിയിട്ട് തിള വന്നാലുടൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ അരിയുടെ വേവിനനുസരിച്ച് 1-2 മണിക്കൂറിനകം ചോറ് വെന്ത് കിട്ടും. അരിയും ധാന്യങ്ങളും കുതിർത്ത് വെച്ച് വേവിക്കുന്നതും ഗ്യാസ് ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കും. അടുത്തതായി പാത്രം അടച്ചു വെച്ച് വേവിക്കുക. വെള്ളം തിളപ്പിക്കുമ്പോഴും പച്ചക്കറികളും മറ്റും വേവിക്കുമ്പോഴും അടച്ചു വെക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും. മൂടിയില്ലാതെ പാചകം ചെയ്യുന്നത് പാചക സമയം വർദ്ധിപ്പിക്കുകയും അതുവഴി കൂടുതൽ LPG ഉപയോഗിക്കുകയും ചെയ്യുന്നു. മൂടി മൂടുന്നതിലൂടെ ചൂട് പിടിച്ചു നിർത്തുകയും നീരാവി ഉണ്ടാക്കുകയും പാചക സമയം കുറയ്ക്കുകയും ചെയ്യുന്നു. ഗ്യാസ് ഉപയോഗം കുറയ്ക്കാനും ഇത് സഹായിക്കും. കറികൾ ഉണ്ടാക്കുന്നതിന് മുൻപ് അതിനുവേണ്ട ചേരുവകളെല്ലാം തയ്യാറാക്കിയ ശേഷം മാത്രം ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്യുക. ഇതിലൂടെ കൂടുതൽ സമയം ഗ്യാസ് കത്തി നഷ്ടപ്പെടുന്നതും ഒഴിവാക്കാം. അടുത്തതായി പ്രഷർ കുക്കർ ഉപയോഗിക്കുക. പാചകത്തിന് പരമാവധി പ്രഷർ കുക്കർ ഉപയോഗിക്കുക. ഇത് വലിയ അളവിൽ ഗ്യാസ് ഉപയോഗം കുറയ്ക്കാൻ ഇടയാക്കും. ചെറിയ തീയിൽ പാകം ചെയ്യുക. തീ കൂട്ടിവെച്ച് പാകം ചെയ്യുന്നത് ഗ്യാസ് പാഴാകും. ആവശ്യമായ തീ മാത്രം ഉപയോഗിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് സാധനങ്ങൾ പാകം ചെയ്യുന്നതിന് അരമണിക്കൂർ മുൻപെങ്കിലും പുറത്തെടുത്ത് വയ്ക്കുക. തണുപ്പോടെ പാകം ചെയ്യുന്നത് ഗ്യാസ് കൂടുതൽ പാഴാക്കും. പച്ചക്കറികൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാൽ പെട്ടെന്ന് വേവുന്നതാണ്. പാചകത്തിനായി പരമാവധി സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുക. സ്റ്റീൽ പാത്രങ്ങൾ പെട്ടെന്ന് ചൂടാവുകയും ചൂട് കൂടുതൽ നേരം പാത്രത്തിൽ തങ്ങി നിൽക്കുകയും ചെയ്യും. ഇതിലൂടെ തീ കുറച്ച് വെച്ച് പാചകം ചെയ്ത് ഇന്ധനം ലാഭിക്കാം. ശരിയായ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുക. ഇത്രയും ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പാചകവാതകം അനാവശ്യമായി പാഴാക്കുന്നത് കുറയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്.